നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിലെ മീൻകറിയാണ്. ഹോട്ടലിൽ നമ്മൾ എപ്പോൾ ഹോട്ടലിൽ കയറിയാലും എല്ലാവരും ഊണിൻ്റെ കൂടെ നമ്മൾ മീൻകറി മേടിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് എങ്ങനെയാവും വീഡിയോയിൽ ഒച്ചയും ബഹളം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇതാണ് അവസ്ഥ. ഇവളെ വെച്ചുകൊണ്ടിട്ടാണ് ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ സൈഡിൽ കൂടെ ഇവളുടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാൻ മുൻകൂർ ജാമ്യം എടുത്തു ഞാൻ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കാണാം. അപ്പോൾ നമ്മളിത് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള മീനിൻ്റെ അയിലയാണ്. അയിലത് വെട്ടി നല്ല വൃത്തിയായിട്ട് കഴുകി അതിനകത്ത് 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്കിവിടെ മാങ്ങ ഇല്ലാത്തതുകൊണ്ടിട്ട് തക്കാളി കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ തക്കാളി ഇട്ടാണ് കൂടുതലും മീൻകറി വയ്ക്കാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തക്കാളി, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അല്ലെങ്കിലും ഹോട്ടൽ മീൻകറിയിൽ തക്കാളിയും മാങ്ങയും ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് മാത്രം എണ്ണ ചൂടാക്കുക. പക്ഷേ എനിക്ക് ക്ഷമയില്ലാത്തതിനാലും എളുപ്പം പണി തീർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും ഞാൻ കുറച്ച് ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടാട്ടോ എണ്ണ ചൂടാക്കാറ്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വന്നു. അതിനകത്തേക്ക് നമുക്കിത് ഈ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, ഇതിന് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇച്ചിരി ഒരുപാട് ഇടണ്ട, പകുതി ഇട്ടാൽ മതി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടാൽ മതി. ഒന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കറിവേപ്പില വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ടിട്ട് തന്നെ ഇടുമ്പോൾ ഭയങ്കരമായ സൗണ്ട് കേൾക്കും. പേടിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിയൊക്കെ അടുക്കളയിൽ സ്വാഭാവികമാണല്ലോ. ഞാൻ വിചാരിച്ച അത്ര പൊട്ടിത്തെറി അങ്ങോട്ട് വന്നില്ല. ഇതിലും നന്നായിട്ട് പൊട്ടിത്തെറിക്കൊണ്ടിരുന്നു. അപ്പോൾ കറിവേപ്പില ഒന്ന് വാടിയാൽ മതി കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷമോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. സോറി, മുളക് പൊടി ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ പിന്നെ അടുക്കളയിൽ എപ്പോഴും കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ബഹളി പിടിച്ചാണല്ലോ ചെയ്യണം. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ സ്വാഭാവികമായിട്ട് വിട്ടുപോകും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ദേ 2.5 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ ദേ ഒരു ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് ഈ മുളക് നമ്മൾ തന്നെ നമ്മുടെ കടയിൽ നിന്ന് പഴുത്ത മുളക് കൊണ്ടുവന്നിട്ട് ഉണക്കി പൊടിച്ചാട്ടോ. അതുകൊണ്ട് ഭയങ്കര എരിവാണ്. അതുകൊണ്ട് ഒരു ലേശം ഇടാവുള്ളൂ. ഞാൻ കൂടുതലും ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യണത്. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ചതിന് ശേഷമല്ല, ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അടുപ്പത്തുനിന്ന് ചീഞ്ചട്ടി മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഈ പണിക്ക് നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോവും. കറിക്ക് ടേസ്റ്റ് പോയിട്ട് ഒരു കുന്തവും ഉണ്ടാകത്തില്ല. അപ്പോൾ അതെ, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഗ്യാസ് ഓഫാണ്. ഓഫിൽ തന്നെ ഇരുന്നാണ് കേട്ടോ. ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടേ ഇല്ല, അതിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്യാന്നല്ല, തീ കത്തിച്ച് കൊടുക്കാമെന്ന്. എന്താ അല്ലേ, ഇതൊക്കെ മണ്ടത്തരം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴാണ്. നമ്മളല്ല, ഞാൻ എനിക്കറിയാൻ പാടില്ല, എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആഹാ, മനോഹരമായ ആചാരം. അപ്പോൾ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും പൊടി കരിഞ്ഞു പോകരുത്. ഒരു പച്ചമണം മാറുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഇളക്കാവുള്ളൂ കേട്ടോ. നമുക്ക് ഒത്തിരി മീനില്ലാത്തതുകൊണ്ട് ആണ് കേട്ടോ ഞാൻ ഇത്രയും കുറച്ച് പൊടിയും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. നമുക്ക് മീനുള്ളതനുസരിച്ചാണ്, മീനിൻ്റെ അളവനുസരിച്ചാണ് പൊടിയിലും സാധനങ്ങളുടെ അളവിലും വ്യത്യാസം വന്നത്. എനിക്കിവിടെ കുറച്ച് മീനുള്ളൂ. കാരണം മീൻ കുറച്ച് 1 കിലോ മീനുണ്ടായിരുന്നു. പക്ഷേ അയില കുറച്ച് പഴുത്തു പോയ അയില ആയതുകൊണ്ട് ഞാൻ വാലിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് തലഭാഗം ഉടല് ഭാഗം ഒക്കെ ഞാൻ വറക്കാനായിട്ട് പെരട്ടി അങ്ങോട്ട് വെച്ചേക്കുക. ഇപ്പോൾ പാത്രവും പോയേ. പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിരണ്ടി വെച്ച തേങ്ങ, ഇതൊരു 1 കപ്പ് തേങ്ങയേ ഉള്ളൂ കേട്ടോ. തേങ്ങ നമുക്ക് ഒരുപാട് വേണ്ട. കാരണം നമുക്കത് ഇത് ഇളക്കി വന്നു കഴിയുമ്പോഴത്തേക്കും പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും
നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ തോന്നും. അതുമല്ല മീനിനനുസരിച്ചാണ് എല്ലാത്തിലും വ്യത്യാസം വന്നത് കേട്ടോ. ചേർക്കുന്ന സാധനങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നത് മീനിനനുസരിച്ചാട്ടോ. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മീൻ ഞാൻ കുറേ മാറ്റി, കുറച്ച് മീനുള്ളൂ, അതുകൊണ്ടിട്ട് എനിക്ക് ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. മീൻ കൂടുതൽ ഉള്ളതനുസരിച്ച് സാധനത്തിലും വ്യത്യാസം വരുത്താം. ഇളക്കി കൊടുക്കുക. തേങ്ങ വറുത്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒരുപാട് വറന്നു പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. ചൂടായി ആ ഒരു തേങ്ങയുടെ ആ ഒരു എല്ലാത്തിലും മസാല, തേങ്ങയിൽ മുഴുവൻ മസാലയും പിടിച്ച് തേങ്ങയുടെ ആ ഒരു കിലുകില് സൗണ്ട് ഇല്ലേ, അത് വറന്നു പോകരുത്, ഒരുപാട് വറന്നു പോകാനും പാടില്ല. എന്നിട്ട് നന്നായിട്ട് തേങ്ങ ചൂടാവുകയും ചെയ്യണം. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ. എന്നിട്ട് നമുക്കിനി തേങ്ങ ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അടുത്തതായി നമ്മളിത് മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടി അടുപ്പത്ത് വെച്ചു. പാത്ത് സമ്മതിക്കില്ലെന്ന് തോന്നണേ വീഡിയോ എടുക്കാനായിട്ട്. പാത്ത് എന്തൊക്കെയോ ഇട്ട് വരയ്ക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഈ മൺചട്ടി അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഈ സ്റ്റൗവിൽ വയ്ക്കുന്ന മൺചട്ടി ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ വിറകടുപ്പിൽ വയ്ക്കരുത് കേട്ടോ. പൊട്ടിപ്പോവും ആ ചട്ടി. നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്ന ചട്ടി എപ്പോഴും ഗ്യാസിൽ തന്നെ വയ്ക്കാൻ നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ മീനിൻ്റെ തലഭാഗം ഞാൻ വറക്കാൻ പറ്റുവെച്ചാണ്. അപ്പുറത്തെ അടുപ്പിൽ അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. മറിച്ചിട്ടു. ഇന്ന് ലാവിഷ്ടമാണെന്ന് തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കടുക് കുറച്ചിടാവുള്ളൂ. പക്ഷേ കടുക് എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ടിട്ടും എങ്ങനെ ഇട്ടാലും കടുക് കൂടിപ്പോവും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ ഇടും. അങ്ങനെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു ഉലുവ ഒരുപാടാവരുത് കേട്ടോ. ആ കടുക് പോലെ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ വേറെയായി. അതിനുശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം. കറിവേപ്പിലിട്ട് ഒരു വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്താ അത് തന്നെ കടുകുറ ഈശ്വര അടുക്കള മുഴുവൻ ഹോമം നടത്തിയതുപോലെ ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കറിവേപ്പില ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോകരുത്. ഞാൻ ജാറ് കഴുകിയ വെള്ളമില്ലേ അതും കൂടി കുറച്ച് ഒഴിച്ചു കൂട്ടും അതിനകത്തേക്ക്. അരപ്പ് ജാറ് കഴുകിയ വെള്ളവും കൂടെ. ഇനി അതിനകത്തേക്ക് പുളി ഞാൻ സാധാരണ മുറിച്ചാട്ടോ ഇടുന്നത്. എല്ലാവരും അങ്ങനെ എനിക്ക് തന്നെ ആയിരിക്കും. ഞാൻ മുറിച്ചിട്ട് ആ പുളിയും ആ വെള്ളവും കൂടെ കുതിർത്തി വെച്ച പുളിവെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഇത് തിളയ്ക്കുക, മീനിടുക, വേവുക. പറഞ്ഞപ്പോൾ തീർന്നു അല്ലേ. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ഈ വെള്ളം തന്നെ മതി. ഇനിയിപ്പോൾ നിങ്ങൾ അരപ്പൊക്കെ ഒഴിച്ചു തിളച്ച് കഴിഞ്ഞു, മീനിട്ട് കഴിഞ്ഞിട്ട് മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഇല്ല എങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. പാത്ത് എന്തോ പണിയൊപ്പിച്ചു. ഈ അവസരത്തിൽ നമുക്ക് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കല്ലുപ്പ് എടുക്കണം. ഇപ്പോൾ കല്ലുപ്പില്ല എങ്കിൽ പൊടിയുപ്പ് ചേർത്താലും മതി ഉള്ളതനുസരിച്ച്. അപ്പോൾ കല്ലുപ്പും ചേർത്ത് ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വന്നപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു 2-3 പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇപ്പം ഇട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. കറി ഒഴിച്ച് ചോറിനുമ്പോൾ ഒന്ന് കടിക്കുന്നതല്ലേ, അതല്ല. ഇനി തിളച്ച് വരുന്ന ഈ അരപ്പിലേക്ക് നമുക്ക് മീനും തക്കാളിയും ഒരുമിച്ചിട്ട് കൊടുക്കാം. ഈ മീൻകറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ചുമന്നുള്ളി എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തേക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. ചുമന്നുള്ളി നമുക്കിതിന് വേണ്ട കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ അത്യാവശ്യം പറ്റി. മീൻ അയില അല്ലെങ്കിൽ എളുപ്പം വേവും കേട്ടോ. അയിലയും കിളിയും അതൊക്കെ എളുപ്പം വേവണ മീനുകളല്ലേ. അപ്പോൾ മീൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വെളിച്ചെണ്ണയൊക്കെ ഉള്ളവരൊക്കെയാണ് നമുക്ക് വെളിച്ചെണ്ണ മേളിലേക്ക് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ മേളിലൊന്നും ഒഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. 2 കറിവേപ്പിലൊക്കെ ഇഷ്ടമാണ്, ഇടുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വില കൂടിയിരിക്കുന്ന സാഹചര്യത്തിലും അത്രയും ആർഭാടം എനിക്ക് കാണിക്കണ്ട എന്നുള്ളത് കൊണ്ടും ഞാൻ മേളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണില്ല കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, കുറച്ചുകൂടെ ഒരു ടേസ്റ്റൊക്കെ കുറച്ചുകൂടെ വരും. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പും പുളിയൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ ചേർക്കുക. അപ്പോൾ നമുക്ക് ചോറെടുക്കാം, എന്നിട്ട് നമുക്ക് കറിയുടെ അഭിപ്രായം നോക്കാം. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ എടുത്തു. മീൻ വറുത്തതും
മീൻകറിയും ഒരിച്ചിരി അച്ചാറും എടുത്തു. അച്ചാർ എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. വീഡിയോ എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ചോറും ഇടണം, കറി നോക്കിയിട്ട്. എന്നാ അവസ്ഥയല്ല, ഞാൻ തന്നെ കറി ഉണ്ടാക്കണം, ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം വരും. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.